ഇത് ഒരു കഥയല്ല, ഒരു നഗരത്തിൻ്റെ മറച്ചുവെച്ച മുറിവാണ്. റോഡുകളിൽ വെളിച്ചം നിറഞ്ഞിരുന്ന ആ നഗരത്തിന് ഒരു ഇരുണ്ട വശവും ഉണ്ടായിരുന്നു. അവിടെ മഴ പെയ്താൽ ആദ്യം മൂന്നത് വീടുകളല്ല, മനുഷ്യരുടെ പ്രതീക്ഷകളായിരുന്നു. ആ ചേരിയിലായിരുന്നു ആനി എന്ന കുഞ്ഞ് ജീവിച്ചത്, ഒരു ചെറിയ പെൺകുട്ടി. പക്ഷേ അവളുടെ കണ്ണുകൾ സമൂഹത്തേക്കാൾ കൂടുതൽ മനുഷ്യത്വം കണ്ടിരുന്നു. ആ കോളനിയിലെ സ്ത്രീകളെ നഗരം പല പേരുകളിൽ വിളിച്ചു, പക്ഷെ ആരും അവരുടെ കഥ ചോദിച്ചില്ല. ആ ചേരിയിലെ ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമായിരുന്നു. ഒരാളുടെ ജീവിതം വിശപ്പിൽ തകരുമ്പോൾ മറ്റൊരാളുടെ സ്വപ്നമാകട്ടെ അതിക്രമത്തിലും അവസാനിക്കുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹത്തിൻ്റെ ചെറിയൊരു വെളിച്ചം ബാക്കി നിന്നിരുന്നു. സാറ ജോസഫ് ഈ നോവലിൽ ചെയ്തത് വെറും കഥ പറച്ചിലല്ല, സമൂഹം മറച്ചുവെച്ച മനുഷ്യരെ വായനക്കാരൻ്റെ മുന്നിൽ ജീവനോടെ നിർത്തുകയായിരുന്നു. ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് മനുഷ്യരെയാണ് ആനി കാണുന്നത്. പക്ഷേ പുറം ലോകത്തുള്ളവരാകട്ടെ ഈ മനുഷ്യരെ കാണുന്നത് ഇവർ എന്തോ തെറ്റ് ചെയ്തവരായിട്ടാണ്. യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാർ? ഈ കഥ അവസാനിക്കുന്നില്ല, കാരണം ഈ ജീവിതങ്ങൾ ഇന്നും എവിടെയോ തുടരുന്നു. ആലാഹയുടെ പെൺമക്കൾ നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ്. മനുഷ്യരെ വിധിക്കുന്നതിനു മുൻപ് അവരുടെ കഥ കേൾക്കണം.